പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 2-ാം മാസത്തിൻ്റെ 18ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായത്തിൽ പറയുന്നു, വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പി. ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന പേരിൽ വിളിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ അവർ പലപ്പോഴും സങ്കുചിത മനോഭാവമുള്ളവരായി മറ്റൊരു മതത്തെയോ ജാതിയെയോ യഹൂദൻ അംഗീകരിക്കുന്നില്ല. യഹൂദന്മാർക്കൊഴികെ മറ്റാർക്കും ആത്മരക്ഷയില്ലെന്ന് യഹൂദൻ വിശ്വസിക്കുന്നു. ജാതികളെ വെറും നായ്ക്കളായിട്ടാണ് യഹൂദൻ കരുതിയിരുന്നത്. അവരുടെ ആലയത്തിൽ അവർക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു. എന്നാൽ ദൈവം അവരോട് കൽപ്പിക്കുന്നത് വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടത് വാതിലുകളെ തുറപ്പീൻ എന്ന്. മുഖപക്ഷം കാണിക്കുകയും എളിയവരെ അവഗണിക്കുകയും ചെയ്യുന്നത് പാപമാണെന്ന് വചനം പറയുന്നു. മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത മനസ്ഥിതി ദൈവം അംഗീകരിക്കുന്നില്ല. എല്ലാ മനുഷ്യരുമായി സഹകരിച്ച് ജീവിക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് തൻ്റെ ശുശ്രൂഷ ജീവിതകാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ ചെയ്തിരുന്നത്. യോബ് തൻ്റെ നിഷ്കളങ്കത്വം വെളിപ്പെടുത്തുമ്പോൾ പറയുന്നത്, പരദേശി തെരുവീതിയിൽ പാർക്കേണ്ടി വന്നിട്ടില്ല, വഴിപോക്കിന് ഞാൻ എൻ്റെ വാതിൽ തുറന്നു കൊടുത്തു എന്നാണ്. മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന കാര്യത്തിലും ആരാധനയോടുള്ള ബന്ധത്തിലും വചനത്തിൻ്റെയും അതിർ വിടാതെ നമ്മുടെ ഇടുങ്ങിയ ചിന്താഗതി മാറ്റി വിശാലതയോടുകൂടെ നമ്മുടെ ഹൃദയവാതിൽ തുറന്നു കൊടുക്കേണ്ടതാണ് ഈ നാളുകളിൽ. ഇവിടെ പാരമ്പര്യത്തിൻ്റെ പഴക്കം പറഞ്ഞ്, സമ്പത്തിൻ്റെ കെട്ടുറപ്പ് പറഞ്ഞും, ജാതിയുടെ മഹത്വം പറഞ്ഞും ദൈവജനത്തെ വേർതിരിച്ചു കാണുന്ന വിശ്വാസ പോർക്കളത്തിലാണ് നാം നിൽക്കുന്നതെന്ന് നാം ഈ നാളുകളിൽ തിരിച്ചറിയണം. ആരാധന സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി സാധുക്കളുടെ മുന്നിൽ ആരുടെയും മുന്നിൽ വാതിലുകളെ കൊട്ടിയടയ്ക്കുന്ന ആമേസ്ത്രം ഒരു കാലഘട്ടത്തിൽ ആമേസ്ത്രം നാം ആയിരിക്കുന്നു. ഒരിക്കൽ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഞാൻ അനവധി അനുഭവങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. അവരെ എല്ലാം ഇന്നും ഞാൻ ഓർക്കുന്നു. അവരെ എല്ലാം വിളിക്കുന്നതും വിശുദ്ധന്മാരെന്നാണ്. കള്ളന്മാർ ആമേസ്ത്രം ചെയ്യുന്നത് പോലെ കർത്താവ് ഒരു വാതിലും കുത്തി തുറക്കുകയല്ല ചെയ്യുന്നത്. ആരെ കൊണ്ടും നിർബന്ധിച്ച് വാതിൽ തുറന്നകത്ത് പ്രവേശിക്കുകയും ഇല്ല. നാം കർത്താവിനെ നിറഞ്ഞ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്വീകരിച്ചാൽ മാത്രമേ അവിടുന്ന് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുകയുള്ളൂ. അങ്ങനെ തുറക്കുവാൻ മനസ്സുള്ളവരുടെ വാതിക്കൽ മുട്ടിക്കൊണ്ട് നമ്മുടെ കർത്താവ് ഇന്നും പുറത്തു നിൽക്കുന്നുണ്ട്. ഭൗതികമായി നമുക്ക് എന്തൊക്കെയോ ഉണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇനി ആരും അകത്ത് വരേണ്ട എന്ന ചിന്തയോടുകൂടെ വാതിൽ അടച്ചിരിക്കുന്നവരും യേശു തങ്ങളുടെ ഉള്ളിൽ ഉണ്ടോ എന്ന് ഒരിക്കൽ കൂടെ പരിശോധിക്കേണ്ടതാണ്. സംഘടനയും സഭയും ഞാൻ പറയുന്നില്ല. ഒരു സഭയിൽ ഞാൻ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചില കുടുംബങ്ങളെ ആ സഭയ്ക്കകത്ത് കൊണ്ടുവരുവാനിടയായി. ഏറിയ നാൾ സ്വബോധം നഷ്ടപ്പെട്ട് മാനസികമായി ആമേസ്തോത്രം ഭാരപ്പെട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചിരുന്ന ഒരു കുഞ്ഞിൻ്റെ വിടുതൽ കഴിഞ്ഞ് ചില കുടുംബങ്ങൾ ആലയത്തിൽ കടന്നു വരുവാനിടയായി. എന്നാൽ സഭാ നേതൃത്വം ആ കുടുംബങ്ങളെ അന്ന് ആദ്യത്തെ ദിവസം തന്നെ പുറത്താക്കുകയായിരുന്നു ചെയ്തത്. 24-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതവുകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരായി മഹത്വത്തിൻ്റെ രാജാവ്? ഈ ലോകത്തിൽ ദരിദ്രനായി ജനിച്ച യേശുക്രിസ്തു ഇത്തരം കൂട്ടരുടെ അരികിൽ എത്തിയാൽ വാതിൽ തുറക്കുമോ
യേശുവിന് പ്രവേശനം അനുവദിക്കുമോ എന്നുപോലും ഞാൻ സംശയിച്ചു പോകുന്നു. പ്രിയ ദൈവവേദിയിലെ തൻ്റെ മക്കളുടെ വിവിധ ആവശ്യങ്ങളുടെ മുമ്പിൽ സ്വർഗത്തിൻ്റെ വാതിൽ ദൈവം ഇന്നും തുറന്നിട്ടിട്ടുണ്ട്. മനുഷ്യർക്ക് അസാധ്യമായ വിഷയങ്ങളിൽ ആണ് ദൈവം പ്രവർത്തിക്കുന്നത്. തൻ്റെ അടുക്കൽ വ്യവസ്ഥ പ്രകാരം വരുന്നവർക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ വാതിലുകൾ ഇന്നും തുറക്കും. ആമേൻ. ലോക മനുഷ്യരിൽ ആശ്രയിച്ചാൽ നാം നിരാശരായിത്തീരും. നമ്മെ സഹായിക്കുവാൻ അർഹരായവർക്ക് പോലും പലപ്പോഴും നമ്മുടെ മുമ്പിൽ വാതിലുകൾ കൊട്ടിയടക്കുകയും ചെയ്തേക്കാം. മുടിയൻ പുത്രൻ മുട്ടാത്ത വാതിലില്ല. അവൻ അനവധി വാതിലുകളെ മുട്ടി. അവൻ്റെ മുന്നിൽ ഒരു വാതിൽ പോലും, തൻ്റെ സ്നേഹിതരുടെ ഒരു വാതിൽ പോലും തുറന്നില്ല. അവൻ്റെ മുമ്പിൽ ആരും വാതിൽ തുറക്കാതിരുന്നപ്പോൾ തൻ്റെ അപ്പൻ്റെ വാതിൽ മുട്ടുവാൻ അവൻ ഓടി അവിടുന്ന്. അതുപോലെ എത്രയെത്ര ഉദാഹരണങ്ങൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. വാതിൽ തുറക്കുവാൻ മനസ്സുള്ളവനും അത് തുറന്നു തരികയും ചെയ്യുന്നതിനും നമ്മുടെ ദൈവം മാത്രമാണ്. ആകയാൽ പ്രിയ ദൈവവേദിയിലെ നാം നമ്മുടെ ഹൃദയവാതിൽ ആമേ ദൈവത്തിനായി തുറന്നു കൊടുക്കുമ്പോൾ സ്വർഗീയ അനുഗ്രഹവാതിൽ നമുക്ക് വേണ്ടി ദൈവം തുറന്നു തരും. ചിലപ്പോൾ ഒരിക്കൽ തുറന്ന വാതിൽ, 2 പ്രാവശ്യം തുറന്ന വാതിൽ നമ്മുടെ മുന്നിൽ കൊട്ടി അടയ്ക്കുമ്പോൾ ഇനി തരാൻ കഴിയത്തില്ല കേട്ടോ, ഇനി തുറക്കാൻ കഴിയത്തില്ല, ഇനി എൻ്റെ കരം നീട്ടുവാൻ കഴിയത്തില്ല എന്നൊക്കെ നിർബന്ധ ബുദ്ധിയോടുകൂടെ അവർ നമ്മോട് വാശി കാണിച്ചുകൊണ്ട് വാതിലുകളെ തുറക്കാതിരിക്കുമ്പോൾ സ്വർഗീയഭേദലേ ഇന്ന് പ്രഭാതം ദൈവമുഖത്തേക്ക് നോക്കാമോ? ലജ്ജിച്ചു പോകുകയില്ല. മനുഷ്യൻ്റെ മുന്നിൽ നാം മുട്ടുമ്പോൾ നാം പലപ്പോഴും ലജ്ജിച്ചു പോകും. തൻ്റെ സ്നേഹിതൻ ആമേ സ്തോത്രം തൻ്റെ ആമേൻ അർദ്ധരാത്രി തൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ താൻ ഓടി ആശ്രയിച്ചത് തൻ്റെ സ്നേഹിതൻ്റെ വീട്ടിൽ ആമേൻ വാതിക്കൽ മുട്ടിയാണ്. ആമേൻ ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ട് നിൽക്കുമ്പോഴും അകത്തു കിടക്കുന്ന സ്നേഹിതന് ആമേൻ തുറന്നു കൊടുപ്പാൻ മനസ്സില്ലാതെ, അപ്പമില്ലാത്തത് കൊണ്ടല്ല, തനിക്ക് മനസ്സില്ലാഞ്ഞിട്ട് ഉണ്ട്. പലർക്കും ആമേൻ കൊടുക്കുവാൻ, തുറക്കുവാൻ, വാതിൽ തുറക്കുവാൻ, അധരം തുറക്കുവാൻ, കൈത്തണ്ടയൊന്ന് തുറക്കുവാൻ, ഉള്ളം കൈയൊന്ന് തുറക്കുവാൻ മനസ്സില്ലാഞ്ഞിട്ടല്ലേ? കർത്താവിൻ്റെ ദാസിദാസന്മാർ, നിങ്ങൾ വാതിലുകളെ തുറക്കുമ്പോൾ നിങ്ങൾക്കായി, നിങ്ങളുടെ തലമുറകൾക്കായി സ്വർഗം വാതിലുകളെ തുറക്കുവാനിടയാണ്. ഇന്ന് പകൽ ഈ പ്രഭാതം അരുമനാഥനായ കർത്താവ് നിങ്ങളുടെ ഹൃദയവാതിക്കൽ മുട്ടുന്നു. സ്നേഹിതൻ ലജ്ജ കൂടാതെ മുട്ടിയതുപോലെ നമ്മുടെ വാതിൽക്കൽ നമ്മുടെ യേശു മുട്ടുന്നു. നമ്മുടെ വാതിലുകളെ തുറക്കാമോ? നമ്മുടെ പാരമ്പര്യത്തിൻ്റെ താക്കോലിട്ട് ഒരിക്കലും തുറക്കുകയില്ല എന്ന് അടച്ചിരിക്കുന്ന വാതിലുകളെ ഇന്ന് പകൽക്കാലം തുറക്കട്ടെ. നമ്മുടെ കണ്ണുകളിൽ ഒരു നിമിഷം ദൈവത്തിനടയ്ക്കാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാഥ, ഈ പ്രഭാതം ദാരിദ്ര്യ മേഖലകൾ, കടഭാരങ്ങൾ, കർത്താവെ സാമ്പത്തികമില്ലാതെ ഞരങ്ങുന്ന അനേക പ്രിയപ്പെട്ടവർ, കടഭാരത്തിൻ്റെ നടുവിൽ ലജ്ജിച്ചു നിൽക്കുന്ന അനേക പ്രിയപ്പെട്ടവർ, ഇന്ന് പകലിൽ ഒരു നന്മയ്ക്കായി പല വാതിൽക്കൽ മുട്ടിയിട്ടും തുറക്കുവാൻ ആർക്കും മനസ്സില്ലാതെ തല താഴ്ചയിരിക്കുന്നു അനേക പ്രിയപ്പെട്ടു. രോഗശയ്യയിലായിരുന്നു കൊണ്ട് കർത്താവെ സഹായം ചോദിച്ച വ്യക്തികൾ കരം തുറക്കാതിരിക്കുമ്പോൾ ഇന്ന് പകൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം തൻ്റെ മക്കൾക്കായി, ആവശ്യമുള്ളവർക്കായി, വിശപ്പുള്ളവൻ, ദാഹമുള്ളവൻ, കർത്താവെ ദാഹവും വിശപ്പും തീർത്ത് തൃപ്തരാക്കി തീർക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം തൻ്റെ മക്കളുടെ ആവശ്യങ്ങളുടെ കാര്യാദികളെ എല്ലാം ഭംഗിയായി തീർത്തു കൊടുപ്പാൻ എൻ്റെ സ്വർഗം മതിയായവനും ഞങ്ങൾ വിശ്വസിക്കും. പിതാവേ, ഈ പ്രഭാതം എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ആത്മീയ ഭൗതിക നന്മ നൽകി മാനിക്കും, ആദരിക്കണം, അനുഗ്രഹിക്കും. മകത്തമ്മ കിടക്കും യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥനയിൽ കേളം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ദൈവം വാതിൽ തുറക്കും.
ഭാരപ്പെടേണ്ട.